എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സദ്യ സ്റ്റൈലിലുള്ള ഒരു സിമ്പിൾ പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് തൊലി കളഞ്ഞ ചെറുപയർ വെച്ചിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്കൊരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ്, അതായത് തൊലി കളഞ്ഞ ചെറുപയർ പരിപ്പാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് പരിപ്പ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വറക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം, പക്ഷേ വറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊരു മണം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പ്രഷർ കുക്കറിലേക്കൊന്ന് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ച് എടുക്കണം. 2-2.5 കപ്പ് വെള്ളമെങ്കിലും ഇതിലേക്ക് വേവിക്കാനായിട്ട് വേണം. അപ്പോൾ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് പരിപ്പ് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് ചെറിയ ഉള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളക് ഇത്രയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ 2 വിസിൽ വേവിച്ചെടുക്കണം. ഇതേ സമയം തന്നെ നമ്മളൊരു 1/4 മുറി തേങ്ങ ചിരകി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2-3 അല്ലി ചെറിയ ഉള്ളി ഇത്രയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, അതായത് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതേ സമയം നമ്മുടെ പരിപ്പ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തവി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് അരപ്പും കൂടി ചേർത്തിട്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പും കൂടെ ചേർത്തിട്ട് ആ മിക്സിയുടെ ജാറും കൂടെ കഴുകിയ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് കറി ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകുന്നൊരു കറിയാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ട് വെള്ളം ഇപ്പോൾ നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് വെള്ളമായി പോകരുത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ചെറിയ തിള വന്ന് നമ്മൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കടുക്, അതുപോലെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് എടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കാം. നെയ്യൊക്കെ ചേർത്ത് നമ്മൾ പരിപ്പ് വറുത്തിട്ട് കറി വെക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പരിപ്പ് കറിക്ക്. അപ്പോൾ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതും ചോറും നെയ്യും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. വേറെ കറികളൊന്നും തന്നെ വേണ്ട. കൊച്ചു കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്